യേശുനാഥൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ മലമുകളിലേക്കു കയറി തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നു. രണ്ടു കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന്, ക്രിസ്തു മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിക്കുന്നു. രണ്ട്, അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. യേശുവിൻ്റെ ഈ വിളിയുടെ അന്തസത്ത അടങ്ങിയിരിക്കുന്നത് 3 വലിയ ഉത്തരവാദിത്തങ്ങളിലാണ്. 3 വലിയ ആത്മീയ ദൗത്യമാണ് വിളിക്കപ്പെട്ടവന് ക്രിസ്തുനാഥൻ നൽകുന്നത്. ഒന്ന്, തന്നോട് കൂടെ ആയിരിക്കുന്നതിനും. 2, പ്രസംഗിക്കാൻ അയക്കുന്നതിനും. 3, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും. അധികാരം നൽകുന്നതിനായി കർത്താവ് അവരെ വിളിക്കുകയും നിയോഗിക്കുകയുമാണ്. അധികാരം നൽകുന്നതിനാവശ്യമായ 3 കാര്യങ്ങളാണ് മുകളിൽ പറഞ്ഞത്. അതിന് ഉതകുന്ന തരത്തിലുള്ള ആഗ്രഹവും പ്രാർത്ഥനയും പ്രവർത്തനവും വിളിക്കപ്പെട്ടവർക്ക് ആവശ്യമാണ്. അതാണ് ക്രിസ്തു വിളിയുടെ ജീവിതം ജീവിക്കുവാനും ആഗ്രഹിക്കുവാനുമുള്ള മാനദണ്ഡങ്ങൾ. ഒന്നാമതായി, ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് നാം വളരുവാൻ അനുപേക്ഷണീയമായ മന്ത്രം എങ്ങനെ എനിക്ക് ക്രിസ്തുവിൻ്റെതായി മാറാം എന്ന ആത്മാർത്ഥമായ ആഗ്രഹമാണ്. നമ്മുടെ വിശ്വാസ വിളിയുടെ കാതൽ തന്നെ ഈ വ്യക്തിപരമായ ക്രിസ്തു ബന്ധമാണ്. ഞാൻ ക്രിസ്തുവിൻ്റെതായി മാറുവാൻ, ക്രിസ്തു എൻ്റേതായി മാറുവാൻ ഞാൻ എന്തു വേണം എന്നത്. 2, നമ്മുടെ ആഴത്തിലുള്ള പ്രാധാന്യവും വ്യക്തിപരമായ മൂല്യവും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതായത് നമ്മുടെ വിളിയുടെ ഈ മൂല്യം ക്രിസ്തു എനിക്ക് തരുന്ന വിലയാണ് എന്ന ബോധ്യത്തിൽ ഈ വിശ്വാസം ദൈവദാനമാണ്. പൗലോസ്ലീഹ പറയുന്നത് പോലെ ഇത് മൺകുടത്തിലാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് ജീവിതത്തിൽ എപ്പോഴും കരുതുക ഏറ്റവും നല്ലതാണ്. 3, മനുഷ്യന് സ്വയമായി ഏറ്റെടുക്കുവാൻ സാധിക്കാത്ത ഉത്തരവാദിത്തങ്ങളാണ് ഇവ 3. അതിന് ക്രിസ്തുവിൻ്റെ സഹായം, ക്രിസ്തു മുന്നിൽ നിന്ന് നയിക്കുന്ന അനുഭവവും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ അനുവാദവും ക്രിസ്തുവിൻ്റെ പ്രവർത്തനവുമാണ് അത്യന്താപേക്ഷിതമായി നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഞാനല്ല, എന്നെ വിളിച്ച ക്രിസ്തുവാണ് എന്നിലൂടെ ഈ ദൗത്യങ്ങൾ നിറവേറ്റുന്നത് എന്ന തിരിച്ചറിവ് ബോധ്യവും അതിനുവേണ്ടി നമ്മുടെ സമ്പൂർണമായ എളിമയും സമർപ്പണവും നമുക്ക് ആവശ്യമാണ്. മലമുകളിലേക്ക് കയറിയാണ് യേശു തനിക്കിഷ്ടമുള്ളവരെ വിളിക്കുന്നത്. ക്രിസ്തു പിതാവുമായി പ്രാർത്ഥിക്കുവാനാണ് മലമുകളിലേക്ക് കയറുന്നത്. യേശുവിന് പിതാവുമായുള്ള ബന്ധത്തിൽ നിന്നുമാണ് ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. അഥവാ ആ ബന്ധത്തിലേക്കാണ് തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് മലമുകളിലേക്ക്, തൻ്റെ അരികിലേക്ക് വിളിക്കുന്നത്. അതിനാൽ തിരഞ്ഞെടുപ്പ് ക്രിസ്തുവിൻ്റെതാണ്. നമുക്ക് ദാനമായി ലഭിക്കുന്നതാണ് വിളി. അതിൽ നിന്ന് ദൈവത്തിൻ്റെ വിളിക്കുള്ള സമ്മതം മാത്രമാണ് നാം നൽകുന്നത്. ക്രിസ്തുവിൻ്റെ മുന്നിൽ സമ്മതമായി ആമേൻ പറഞ്ഞ് നമുക്ക് ദൈവ പദ്ധതി ജീവിക്കുന്നവരാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ, ആമേൻ, വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ, ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ, ആമേൻ, വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ, ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും, ആമേൻ, ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും, ആമേൻ, ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ, ആമേൻ, വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ, ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ, ആമേൻ, വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ, ആമേൻ.
കർത്താവിൻ മകൻ ഞാൻ, അനുഗ്രഹം അവകാശം കർത്തന്റെ മൊഴികൾക്ക് ആമേൻ ആമേൻ. ആകാശം മാറിയാലും ഭൂമിയും നീങ്ങിടും, തൻ വചനം നീങ്ങില്ല. ആമേൻ ആമേൻ. കർത്താവിൻ മകൻ ഞാൻ, അനുഗ്രഹം അവകാശം കർത്തന്റെ മൊഴികൾക്ക് ആമേൻ ആമേൻ. ആകാശം മാറിയാലും ഭൂമിയും നീങ്ങിടും, തൻ വചനം നീങ്ങില്ല. ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. വിശ്വസിക്കുന്നോർ അടയാളം ചെയ്തിടും, യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ. രോഗത്തെ മാറ്റും, ഭൂതത്തെ പുറത്താക്കും, പുതുഭാഷ ചൊല്ലിടും ആമേൻ ആമേൻ. വിശ്വസിക്കുന്നോർ അടയാളം ചെയ്തിടും, യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ. രോഗത്തെ മാറ്റും, ഭൂതത്തെ പുറത്താക്കും, പുതുഭാഷ ചൊല്ലിടും ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. ആത്മാവിൻ ശക്തി നിറഞ്ഞവരെല്ലാം ലോകത്തെ നേടും ആമേൻ ആമേൻ. അന്ത്യം വരെ ഞാൻ കൂടെയിരിക്കും, യേശുവിൻ വചനത്തിനാമേൻ ആമേൻ. ആത്മാവിൻ ശക്തി നിറഞ്ഞവരെല്ലാം ലോകത്തെ നേടും ആമേൻ ആമേൻ. അന്ത്യം വരെ ഞാൻ കൂടെയിരിക്കും, യേശുവിൻ വചനത്തിനാമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക് ആമേൻ ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും ആമേൻ ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ